ആ സമയത്തും ഇത്തരം തോന്നിവാസങ്ങൾ ഓരോ സൈഡിൽ ഒതുങ്ങി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നടന്നു പോവാൻ സ്ത്രീകൾക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സ്ഥലമായി ഇതിനെ മാറ്റി. അത്രയും സമാധാന അന്തരീക്ഷത്തിൽ ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിരുന്ന ഒരു ചായ കുടിച്ച് സുഹൃത്തുക്കളൊക്കെ ആയിട്ടൊന്ന് സംസാരിച്ചൊക്കെ നിന്ന് ഒരു നല്ല സമാധാന അന്തരീക്ഷത്തിൽ പരസ്പരം സാഹോദര്യമൊക്കെ ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നൊരു നാടാണ്. സാമൂഹ്യ ദ്രോഹികളുടെ ഉപദ്രവം ഉണ്ടെന്ന് അറിഞ്ഞു. ഈ രാത്രി കാലങ്ങളിൽ നിയന്ത്രണമില്ലാതെ വാഹനം ഓടിക്കുന്നത് പല അപകടങ്ങളിലൂടെ ഉണ്ടാവുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇത് ഞങ്ങളിവിടെ സമീപത്ത് താമസിക്കുന്നവരാണ്. ഇവിടെ ഒരു 10 മണി 11 മണിക്ക് ശേഷം കംപ്ലീറ്റ് ഇവിടെ വരുന്ന വണ്ടികൾക്ക് 2 വീലർക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല. അതുപോലെ തന്നെ ആരൊക്കെയാണ് പറഞ്ഞത്, എവിടെ നിന്നൊക്കെയാണ് പറഞ്ഞതെന്ന് നമുക്കൊരു ഐഡിയ ഇല്ലാത്ത ആളുകളൊക്കെ ഇവിടെ പറഞ്ഞത്. ഒരു വെള്ളവടി ബാക്കിയുള്ള കടകൾക്ക് ദോഷകരമായിട്ട് ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും കംപ്ലീറ്റ് കട നടത്തുന്നതെല്ലാം ഇവിടെ ചുറ്റുപാടുള്ള ആളുകളായത് കാരണം ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും റോഡുകളിലാണ് ഈ അഭ്യാസ പ്രകടനങ്ങൾ നടക്കണം. പിന്നെ നമ്മൾ അങ്ങോട്ട് മാറി ഇവരെന്ത് ചെയ്താലും നമുക്കൊന്ന് ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അപ്പോഴേക്കും നമ്മൾ പിന്നെ പോലീസായി മാറും. ഈ സീപോർട്ട് എയർപോർട്ടിലെ അനാശാസ്യ പ്രവർത്തനത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? സീപോർട്ട് എയർപോർട്ട് റോഡിലെ സീപോർട്ട് എയർപോർട്ട് റോഡിൽ ഇവിടെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ഫാമിലി ആയിട്ട് വന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ഹോട്ടൽ സംവിധാനം തുടങ്ങിയതാണ്. നല്ല നല്ല ഫാമിലികൾ വന്ന് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഒരു കൂട്ടം ചെറുപ്പക്കാർ അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ വരും. രാത്രി 12 മണിയാകുമ്പോൾ വന്നിട്ട് ഈ റോഡിൻ്റെ സൈഡിൽ നിന്നിട്ട് കാണിക്കുന്ന കോപ്രായം കണ്ടു കഴിഞ്ഞാൽ എന്താ നമ്മൾ തന്നെയാണ് മറന്നു പോകും. ഒരെണ്ണം പിടിച്ച് കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് വളരെ മോശമായിട്ട് നമുക്കൊക്കെ നമ്മുടെ ഫാമിലി ആയിട്ട് പോകാനായിട്ട് പറ്റാത്തൊരു സാഹചര്യം. ആ ഇരുട്ടിൻ്റെ മറിവിൽ നടക്കുന്ന രീതിയിൽ ആ ഒരു അതിനെയാണ് അനാശാസ്യം എന്ന് ഇവിടെ ഇപ്പോൾ പറയേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ആയിട്ട് നമുക്ക് നടന്നു പോവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ പുറത്തുനിന്ന് വരുന്നവർ ഇതിനെ ആക്കിയെടുക്കണേണ്. ഞങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അത്. കാരണം നമ്മുടെ നാടിനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ ചോദിക്കുന്നത് എവിടെ സ്ഥലം HMD കോളനി അത് ഇന്ന രീതിയിലോട്ടോ എന്നുള്ള രീതിയിൽ വേറെ രീതിയിലോട്ട് കാര്യങ്ങൾ പോവുകയാണ്. തീർച്ചയായിട്ടും അല്ല, ഞങ്ങൾക്കും ഫാമിലി ആയിട്ട് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല. കാരണം ഇതിപ്പോൾ രാത്രി ഇതില്ല, പകലും ഇതൊക്കെ തന്നെ സംഭവം. എല്ലാം 24 ആണത്, 24/7 ആണ്. അപ്പോൾ ഇവിടെ പല ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്, പല ഒച്ചകളും. പിള്ളേര് ഭയങ്കര ഇതൊക്കെ വെള്ളവും ഇതൊക്കെ ചെന്ന് ചെയ്യാൻ നേരത്തെ അവർ ഭയങ്കര വയലന്റും കാര്യങ്ങളൊക്കെ ആവും. പക്ഷെ നമുക്ക് പേടിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. ഇവരുടെ കയ്യിൽ എന്തൊക്കെയാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. വീട്ടിൽ ഇപ്പൊ അകത്ത് പേടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഒരു ഭീകരാന്തരീക്ഷത്തിലേക്ക് ആക്കി തീർത്തേക്കാണ് ഇപ്പോൾ. അതിനെതിരെ ഇപ്പോൾ അധികാരികളാണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും ഒരു കർശനമായ നിലപാടിലേക്ക് വന്നില്ലെങ്കിൽ ഇത് ഈ നാടിന് പുറത്ത് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാടിനാണ് അതിൻ്റെ ഒരു മോശം പേര് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ നാട്ടുകാരത് നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ ഈ പുറത്തുനിന്ന് വരുന്ന ഇത്തരം സാമൂഹ്യ ദ്രോഹികളിൽ നിന്ന് പറയേണ്ടി വരും. അവർ കാട്ടിക്കൂട്ടുന്ന ഈ തോന്നിവാസങ്ങൾക്ക് നമ്മൾ നാട്ടുകാരും അതിൽ പെട്ടുപോണേണ്. സാമൂഹ്യ വിരുദ്ധരുടെയും ലഹരി പദാർത്ഥങ്ങളുടെയും വിൽപ്പന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് സീപോർട്ട് എയർപോർട്ടിൻ്റെ 2ാം ഘട്ട നിർമ്മാണം നടക്കുന്ന ഈ സ്ഥലം. അതുകൂടാതെ പോലീസിൻ്റെ ശക്തമായിട്ടുള്ള രാത്രി പരിശോധനകൾ ശക്തിപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ഒന്നടങ്കം ആവശ്യം.